നമസ്കാരം, സ്വാഗതം. നമസ്കാരം. നമ്മളിന്ന് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ കുറ്റാന്വേഷണ ചരിത്രത്തിലെ തന്നെ വളരെ നിഗൂഢമായ, ഇപ്പോഴും പൂർണ്ണമാവാത്തൊരധ്യായമാണ് പരിശോധിക്കുന്നത്. 2016 ചെന്നൈ എഗ്മോർ ട്രെയിൻ കവർച്ച. ആ സംഭവം കേട്ടിട്ടുണ്ട്. 8 വർഷം കഴിഞ്ഞു അല്ലേ? അതെ, 8 വർഷം. നമ്മൾ ദി എഗ്മോർ ട്രെയിൻ റോബറി, ഇന്ത്യാസ് അൺസോൾവ്ഡ് ഹേസ്റ്റ് എന്ന ലേഖനത്തിലെ കാര്യങ്ങളാണ് പ്രധാനമായും നോക്കുന്നത്. ശരി. അപ്പോ എങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനിന്റെ മുകളിൽ മേൽക്കൂര തുരന്ന് കോടിക്കണക്കിന് രൂപ മോഷ്ടിക്കപ്പെട്ടത്? അതാണ് അത്ഭുതം. അതും റിസർവ് ബാങ്കിന്റെ പണം. അതെ. എന്തുകൊണ്ട് ഈ കേസ് ഇന്നും ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു? അതും ശ്രദ്ധിക്കണം, കനത്ത സുരക്ഷയിലായിരുന്നു ആ പണം കൊണ്ടുപോയത്. ശരി, നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. അപ്പോ സംഭവം നടക്കുന്നത് 2016 ഓഗസ്റ്റ് 8 രാത്രിയാണ്. സേലം ചെന്നൈ എക്സ്പ്രസ് ട്രെയിൻ. 2 കോടി രൂപയുടെ പഴയ നോട്ടുകൾ. ഓഹോ, അത്രയും വലിയ തുകയോ? അതെ, നശിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയായിരുന്നു റിസർവ് ബാങ്കിന്റെ. അതുകൊണ്ട് തന്നെ സുരക്ഷയും കാര്യമായിട്ടുണ്ടാകും. തീർച്ചയായും. 226 വലിയ മരപ്പട്ടികളിലാക്കി വാൻ പൂട്ടി സീൽ ചെയ്ത്, കൂടെ തോക്കുധാരികളായ പോലീസുകാരും. എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചിട്ടുണ്ട് എന്ന് സാരം. അതെ, പക്ഷെ ആരും ചിന്തിക്കാത്ത ഒരു രീതിയിലാണ് കവർച്ച നടന്നത്. അതെങ്ങനെ? ഓടുന്ന ട്രെയിനിന്റെ മേൽക്കൂര ഒരുപക്ഷെ ഗ്യാസ് കട്ടർ പോലത്തെ അത്തരം ഉപകരണങ്ങൾ ഉപയോഗിച്ച് തുരന്നു. ഓടുന്ന ട്രെയിനിൽ വെച്ചോ? അതെ, അതാണ് വിശ്വസിക്കാൻ പ്രയാസം. അത്രയും കൃത്യതയോടെ, ശബ്ദമുണ്ടാക്കാതെ. അതിന് നല്ല വൈദഗ്ധ്യം വേണം. എങ്ങനെ അവര് മുകളിൽ കയറി എന്നതും ഒരു ചോദ്യമാണ്. ഒരു ഊഹം ഏതെങ്കിലും പാലത്തിൽ നിന്നോ മറ്റോ ചാടിക്കയറിയതാവാമെന്നാണ്. സാധ്യതയുണ്ട്. ട്രെയിൻ വേഗത കുറയ്ക്കുന്ന സ്ഥലങ്ങളുണ്ടാകുമല്ലോ. ശരിയാണ്. എന്തായാലും ഒരു സിനിമയെ വെല്ലുന്ന ആസൂത്രണം. ഏത് പെട്ടിയിലാണ് കൂടുതൽ പണം, അല്ലെങ്കിൽ എളുപ്പത്തിനെടുക്കാൻ പറ്റുന്ന പണമെന്ന്? അതെ, അതാണ് പ്രധാന സംശയം. ഇത് വെറുമൊരു പുറത്തുനിന്നുള്ള കളിയല്ല. ഒരു ഇൻസൈഡ് ജോബ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശരിയാണ്. അകത്തുള്ള ആരുടെയെങ്കിലും സഹായമില്ലാതെ ഇത്ര കൃത്യമായി അതെങ്ങനെ സാധിക്കും? ഈ വിവരം എങ്ങനെ കിട്ടി എന്നതും ചോദ്യമാണ്. ഇതൊക്കെ പുറത്തറിയുന്നത് പിറ്റേന്ന് രാവിലെയാണ്. ഓഗസ്റ്റ് 9 ട്രെയിൻ ചെന്നൈ എഗ്മോർ സ്റ്റേഷനിൽ എത്തിയപ്പോൾ. സ്വാഭാവികം. RBI ഉദ്യോഗസ്ഥർ വന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർ വാൻ തുറന്നപ്പോഴാണ് മേൽക്കൂരയിലെ ആ വലിയ തുള കാണുന്നത്. അപ്പൊ മാത്രമാണ് ഈ കവർച്ച നടന്ന കാര്യം അറിയുന്നത്. അതെ, അപ്പോഴേക്കും മോഷ്ടാക്കൾ രക്ഷപ്പെട്ടിരുന്നു. പിന്നൊരു വലിയ അന്വേഷണം നടന്നിട്ടുണ്ടാകുമല്ലോ. തീർച്ചയായും. തമിഴ്നാട് പോലീസ്, റെയിൽവേ പോലീസ്, പിന്നെ CBCID, കേന്ദ്ര ഏജൻസികൾ വരെ വന്നു. എന്നിട്ട്? അതാണ് ദുരന്തം. ഇന്നുവരെ ഒരാളെ പോലും പിടികൂടാൻ പറ്റിയിട്ടില്ല. 8 വർഷമായിട്ടും? ഇല്ല. ആ പണം കണ്ടെടുക്കാനും പറ്റിയിട്ടില്ല. എന്തായിരിക്കും കാരണം? ഒരു തുമ്പും കിട്ടിയില്ലേ? പ്രധാന പ്രശ്നം തെളിവുകളുടെ അഭാവമാണ്. ദൃക്സാക്ഷികളില്ല, CCTV ദൃശ്യങ്ങളില്ല. ഓടുന്ന ട്രെയിനായതുകൊണ്ട് സംഭവം നടന്ന സ്ഥലം കൃത്യമായി പറയാനും ബുദ്ധിമുട്ടായിരിക്കും. അതെ, ആ ഒരു കാര്യവും അന്വേഷണത്തെ ബാധിച്ചു. ഈ കേസ് ഇപ്പോഴും ഒരു രഹസ്യമായി തുടരുന്നുണ്ടെങ്കിലും ഇത് വലിയ ചില കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സുരക്ഷാ വീഴ്ചകൾ തന്നെ അല്ലേ? അതെ, കോടിക്കണക്കിന് രൂപ ട്രെയിനിൽ കൊണ്ടുപോകുമ്പോൾ ഉള്ള സുരക്ഷാ മാനദണ്ഡങ്ങളിലെ പാളിച്ചകൾ. ഇത്രയും വലിയൊരു തുക കൊണ്ടുപോകുമ്പോൾ ഇതിലും വലിയ സുരക്ഷ വേണ്ടിയിരുന്നില്ലേ? ശരിയാണ്. ഒരുപക്ഷേ ഈ സംഭവത്തിന് ശേഷം മാറ്റങ്ങൾ വന്നിട്ടുണ്ടാകാം. ഉണ്ടാകണം. പക്ഷേ അന്നങ്ങനെ സംഭവിച്ചു എന്നതൊരു യാഥാർത്ഥ്യമാണ്. സുരക്ഷാ പ്ലാനിംഗ്, ക്രിമിനൽ ഇന്റലിജൻസ്, ഇതിന്റെയൊക്കെ പ്രാധാന്യം ഈ കേസ് ഓർമ്മിപ്പിക്കുന്നു. അപ്പോ ചുരുക്കി പറഞ്ഞാൽ, ഒരു ഓടുന്ന ട്രെയിൻ, അതിസാഹസികമായ കവർച്ച, കൃത്യമായ പ്ലാനിംഗ്, തെളിവുകളുടെ അഭാവം, ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ, പിന്നെ ആ വലിയ സുരക്ഷാ വീഴ്ച, ഇതെല്ലാമാണ് ഈ കേസിനെ ഇത്രയേറെ ശ്രദ്ധേയമാക്കുന്നത്. അതെ, പരിഹരിക്കപ്പെടാത്ത വലിയ കേസുകളിലൊന്നായി ഇത് മാറി. ശരിയാണ്. നമ്മളിത് പറഞ്ഞു നിർത്തുമ്പോൾ ഒരു ചോദ്യം ബാക്കിയുണ്ടല്ലേ? എന്താണത്? ഇത്ര കൃത്യമായി ആ ഒരു പെട്ടി മാത്രം ലക്ഷ്യം വെച്ച് ഈ കവർച്ച നടത്തണമെങ്കിൽ എന്തുമാത്രം ആഴത്തിലുള്ള കൃത്യമായ ഉൾവിവരം ആ മോഷ്ടാക്കൾക്ക് കിട്ടിയിരിക്കണം? അതൊരു വലിയ ചോദ്യം തന്നെയാണ്. അങ്ങനെയൊരു വിവരം എങ്ങനെ പുറത്തുപോയി? ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ. ശരിയാണ്. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാലേ ഒരുപക്ഷെ ഈ കേസിന്റെ ചുരുളഴിയും. അതെ, ഒരുപക്ഷേ ആ ഉത്തരത്തിലായിരിക്കും ഈ കവർച്ചയുടെ യഥാർത്ഥ രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത്, അല്ലേ? നിങ്ങൾക്ക് ഇതേക്കുറിച്ച് എന്തു തോന്നുന്നു?